വണ്ടി എങ്ങനെ നീങ്ങണോല് ഇവിടെ ഓടിച്ചു കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഓടിച്ചു കളിക്കാൻ കിട്ടാണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ടല്ലേ. കുഴപ്പമില്ല, ബ്രേക്കിംഗ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. മഞ്ഞ് മാറ്റുണ്ട്, പക്ഷെ എന്ത് കാര്യമില്ല. അവിടുന്ന് വരുന്ന വണ്ടികൾ പോലും അങ്ങേറ്റത്ത് കാണാൻ പറ്റുന്നില്ല. സ്ഥിരം പോണ വഴിയിലാണെങ്കിൽ നമുക്ക് തിരിയണ സ്ഥലം പോലും അറിയാൻ പറ്റും. കാണാൻ പറ്റുന്നില്ല, ചെറുതായിട്ട് കാണാൻ പറ്റും. പക്ഷെ അവിടെ വിഷയം എന്താണെന്നറിയോ, അവിടെ നിന്ന് വണ്ടി വരില്ലേ, കാണാൻ പറ്റില്ല. അന്നേരം നമ്മള് ഈ ഐലൻഡിൽ കയറിട്ട് വരില്ലേ, അവൻ വിട്ടടിച്ചാ വന്നെങ്കിൽ ഹായ്. അപ്പോൾ ഇതാണ് മഞ്ഞ് പെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കാനഡ, ലണ്ടൻ. ഞങ്ങൾ ക്ലാസ്സിൽ പോണതാണ്. വണ്ടി ഇവിടെ ഒരു കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട്, ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പാടില്ല, ഇല്ലീഗലാ. പക്ഷെ ഇപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പാർക്ക് ചെയ്തേക്കുക. ചായ കുടിക്കാടാ? ഇത് ഇവിടുത്തെ ചായക്കടയാണ്, ടിം ഹോട്ടൽസ്. ഹെവി പെയ്ത്താണ്, ഹെവി പെയ്ത്ത്. മൈ ഗോഡ്. ഗൈസ്, നമ്മള് ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വരുന്ന അവസ്ഥയാണിത്. നമുക്ക് വഴിയില്ല, റോഡില്ല, ഏത് ലൈനിൽ കൂടെ പോകണമെന്നൊന്നും അറിയത്തില്ല. അമ്മാതിരി മഞ്ഞ്. ഗൈസ്, ഒന്നും മനസ്സിലാവുന്നില്ല. വണ്ടി സ്കിഡ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ ഉള്ള കാരണം കൊണ്ട് കുറേയൊക്കെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ട്. ഒന്നും വിസിബിൾ അല്ല. ഈ ഒരു അവസ്ഥയാണ് ഫുള്ള്. ഇതാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴി. നമുക്ക് കനേഡിയൻ ടയറിൽ കയറണം. കനേഡിയൻ ടയറിൽ കയറിയിട്ട് നമുക്ക് സ്നോ റിമൂവലായിട്ട് നമുക്കൊരു ഇത് കിട്ടും, ഒരു ഷവല് മാതിരി. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മുടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ. വണ്ടി രാവിലെ എടുക്കുമ്പോൾ ഫുള്ള് സ്നോയിൽ മൂടി കിടക്കുമായിരിക്കും. അല്ല, ഗ്ലാസ്സിൽ കിടക്കുന്ന മഞ്ഞൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ ആ സംഭവം വേണം. ഇതാണ് ഗൈസ് അവസ്ഥ. ഇപ്പൊ നമുക്ക് ഇവിടെ സമയം 5 മണി ആയതുള്ളൂ. പകൽ 5 മണി. 5 മണിയുടെ അവസ്ഥയാണിത്. ഫുള്ള് ഇരുട്ടായി രാത്രി. അല്ലെങ്കിൽ വിന്റർ സമയങ്ങളിൽ നമുക്ക് പകല് കുറച്ചാണ് കേട്ടോ കിട്ടുള്ളൂ, നൈറ്റ് കുറേ ഉണ്ടാവും. അതേപോലെ സമ്മറിൽ നമുക്ക് ഇവിടെ ഒരു മെയ്, ജൂൺ, ജൂലൈ ആ സമയങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ഡേ ടൈം കിട്ടും. ഏകദേശം ഒരു 9:30 കൂടിയൊക്കെയാണ് ലൈറ്റ് പോയി തുടങ്ങത്തുള്ളൂ. പക്ഷെ വിന്ററിൽ നേരെ തിരിച്ചാണ്. പിന്നെ അതേപോലെ നമ്മുടെ വീടിൻ്റെ മുമ്പിലൊക്കെ ചാടി കിടക്കുന്ന സ്നോ നമ്മുടെ വീടായിട്ട് എടുത്തിരിക്കുന്നെങ്കിൽ ആ സ്നോ ഒക്കെ നമ്മൾ തന്നെ റിമൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉൾവഴിയിലേക്കൊക്കെ കയറി സ്നോ മാറ്റിയിട്ടില്ല. മുട്ടിൻ്റെ ഒപ്പം തന്നെ വണ്ടിയൊക്കെ മുങ്ങിപ്പോകും. അതായത്
വണ്ടിയൊക്കെ മഞ്ഞിൽ താന്നു പോകും. ഇതിപ്പോൾ നമ്മുടെ മെയിൻ റോഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും മഞ്ഞ് മാറി കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉൾവഴിയിലേക്ക് അങ്ങനെയുള്ള വഴികളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. ഫുള്ള് തൂങ്ങി കൊടുക്കുമായിരിക്കും. ഇത് കണ്ടോ ഗൈസ്, മേളിലുണ്ടായിരുന്ന ഐസ് നമ്മുടെ വണ്ടി അനങ്ങുമ്പോൾ മേളിൽ നിന്ന് ഊർന്നിറങ്ങുന്നത്. അതെ, നിങ്ങളൊക്കെ അത് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. അയ്യോ, വണ്ടി സ്കിഡായിട്ട് പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂക്ഷിച്ച് ഓടിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ വിന്റർ ടയേഴ്സ് കിട്ടി. വിന്റർ ടയേഴ്സ് ഇന്നലെ വന്നത്. അപ്പോൾ വിന്റർ ടയേഴ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റോഡിന്റെ രണ്ട് സൈഡിലും കർബ്സ് ഉണ്ട്. അപ്പോൾ കർബുള്ള കാരണം കൊണ്ട് നമുക്ക് വണ്ടി സ്കിഡായാലും ജസ്റ്റ് ആ കർബിൽ പോയി തങ്ങി നിന്നോളും, വേറെ പോകത്തില്ല. അതെ, പിന്നെ പുറകിൽ മുമ്പിൽ പോണ വണ്ടികൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാണ്ട് വണ്ടി സ്കിഡായി എവിടെയും സൈഡിൽ പോയാലും ആ കർബിൽ തങ്ങി നിന്നോളും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതേപോലെ ഹാർഡ് ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ഒഴിവാക്കണം വിന്റർ ടൈമിൽ. അതെ, സിഗ്നലൊക്കെ വരുമ്പോൾ നമ്മൾ പയ്യെ തന്നെ സൂക്ഷിച്ച് തന്നെ പോവുക. സിഗ്നൽ റെഡ് ആവാറാവുന്നെങ്കിൽ യെല്ലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് പെട്ടെന്ന് ഹാർഡ് ബ്രേക്ക് ചെയ്യാനുള്ള ഇതൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. കാണാവോന്ന് അറിയത്തില്ല, നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് സ്നോ. സമയം 5 PM. രാത്രി നമുക്ക് അപ്പുറത്തെ റൂട്ടിലേക്ക് തിരിയണം. പക്ഷേ തിരിയേണ്ട ഭാഗം എനിക്ക് കാണാൻ പറ്റുന്നില്ല ആക്ച്വലി. എൻ്റെ പൊന്നണ്ണ ഇമാര് മഞ്ഞത്തിൽ നോണടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഏത് ലൈനിലാണ് നിൽക്കണമെന്നില്ല എനിക്ക് മനസ്സിലാവില്ല. അവിടെ നിന്ന് വണ്ടി വന്ന താങ്ക് യു. അവിടെ ഒരു ചേച്ചി വന്നത് സിഗ്നല് വന്നു, അവിടെ വണ്ടി വന്നിട്ട് കയറിക്കോളാൻ. അങ്ങനെ നല്ല നല്ല ആളുകളുണ്ട്. നമ്മുടെ പുറയുന്ന തന്നെ ഓൺ അടിക്കണവരൊക്കെ മിക്കവരും ഇന്ത്യക്കാരായിരിക്കും. അതെ, ഇന്ത്യക്കാർക്കാണല്ലോ ഇവിടെ ഉള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇന്ത്യക്കാരിപ്പോ നമ്മൾ എവിടെ ചെന്നാലും കുത്തിക്കയറ്റി കൊണ്ടുപോകുക നമ്മുടെ ബ്ലഡിലുള്ള കാര്യങ്ങളാണല്ലോ. അതൊക്കെ നമ്മളിവിടെ ഇവിടുത്തെ വൈറ്റ്സ് കനേഡിയൻസിനെ തന്നെ കണ്ട് പഠിക്കണം. അവരുടെ അച്ചടക്കവും ആ ഒരു റൂൾസ് അതൊരു നല്ല അടിപൊളിയായിട്ടാണ് പാലിക്കുന്നതൊക്കെ. അതൊക്കെ നമ്മൾ ഇവർ തന്നെ കണ്ട് പഠിക്കണം. അത് കാരണം ഇവിടെ എന്തോരം അപകടങ്ങൾ കുറവുണ്ടെന്നറിയും നമ്മുടെ നാട്ടിനെ വെച്ച് സംബന്ധിച്ച്. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കുറേ അപകടങ്ങൾ കുറവുണ്ട് ഇവിടെ. എങ്ങനെ ഇതാണ് ഗൈസ്, അവിടെയൊക്കെ സ്നോ കിടക്കുന്നു, നമുക്ക് മല പോലെ കിടക്കുന്നു. കാണാൻ പറ്റത്തില്ല, വണ്ടിയുടെ ഗ്ലാസ് ഫുൾ ഐസിൽ മിസ്റ്റ് അടിച്ചിരിക്കും. പാർക്കിംഗ് കണ്ടുപിടിക്കണം. പാർക്കിംഗ് ഉണ്ട്, പക്ഷെ നമ്മൾ തോന്നിയെടുത്ത് കൊണ്ട് അതെ, ഇതിന് നമുക്ക് വണ്ടി ഇടുന്നതിന് ഓരോന്നിനും ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് ഇതുണ്ട്, സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ അടുത്ത് കാണുന്ന പാർക്കിങ്സ് ഒക്കെ അത് ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വന്നിറങ്ങുക, അവർക്ക് അടുത്ത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ അടുത്തുള്ള പാർക്കിംഗ് ഒക്കെ. നമുക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വണ്ടി കുറച്ച് അവിടെ കയറ്റിടാൻ പറ്റുമോ? ഇവിടെ ഇടാം. ഓക്കെ, റിവേഴ്സ് എടുത്തിടണോ? റിവേഴ്സ് അങ്ങോട്ട് ഇടാം. അതാകുമ്പോ ആ വഴിക്കും ഇറങ്ങിക്കൊണ്ട് പോകാം. ഫ്രണ്ടിലേക്കോ ബാക്കോട്ടോ ഇങ്ങോട്ട് കൊണ്ടിടാം. ഇപ്പൊ മഞ്ഞ് നടക്കൊണ്ട് ലൈൻസ് ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം ലൈൻസ് നോക്കണമെങ്കിൽ മാന്തി പറിച്ച് നോക്കേണ്ടി. സോ നമ്മൾ കനേഡിയൻ ടയറിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. കനേഡിയൻ ടയർ എവിടെയാ? അതെ, അതാണ് ആ കാണുന്നതാണ് കനേഡിയൻ ടയർ. നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകേണ്ടി തോന്നുന്നു. ഇത് നിങ്ങൾക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള നമുക്ക് ഷോട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. ഇതാണ് നമ്മുടെ മേളിലുണ്ടായി കിടക്കുന്ന സ്നോ ബെഡ്. ഇതൊന്നൊന്നുമല്ല. അതെ, ഇത് വീൽ കപ്പല്ല, ഇത് നമ്മുടെ ഇത് കണ്ടോ. അതാ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു മുങ്ങിപ്പോയ നല്ല ഏതാണ്ട് ഈ ഒരു ലെവലിലൊക്കെ സ്നോ ഉണ്ടായിരുന്നല്ലേ.
ഉറപ്പാണ് അവിടെ വണ്ടി പെടുന്ന ഉറപ്പ്. കണ്ടോ ഗൈസ്, ഇതാണ് അവസ്ഥ നമ്മുടെ. ഇതാണ് കനേഡിയൻ വിന്റർ എന്ന് പറയുന്നത്. ഗൈസ് ഇതിപ്പോൾ കുറവാണ്. അതുകൊണ്ടോ ഇതിപ്പോൾ നമ്മുടെ റോഡായതുകൊണ്ടാണ്. മറ്റേ ഉൾവഴി കൂടെ ഒക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഈ ഒരു ഇതിൽ നമുക്ക് സ്നോ കാണാൻ പറ്റും. അതെ, പിന്നെ നമുക്ക് കനേഡിയൻ ടയറിൽ നോക്കാം. എന്താ ഫോണാ? ഫോൺ ഇതാ ഗൈസ്. ഈ കിടക്കുന്ന ഒരു ടെസ്ലയാണ്. കണ്ടിട്ട് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് നമ്മുടെ കനേഡിയൻ. അതെ, കണ്ടു ഗൈസ്, ഇത്രയും പൊക്കത്തി മഞ്ഞ് വീണ് കിടക്കും. ഇത് ഔട്ട് അപ്പുറത്തേക്കിടെയാന്ന് തോന്നുന്നു. അതെ, ബാക്കി നമുക്ക് പിന്നെ കാണിച്ചു തരാം കേട്ടോ.